ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ യാ തുല്ലാബ്. എല്ലാ 10ാം ക്ലാസ്സുകാരും ഓക്കെ ആണല്ലോ? നമ്മുടെ ക്ലാസ് ഓൾറെഡി നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പയ്യെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ മൊഡ്യൂളും 4ാമത്തെ മൊഡ്യൂളുമാണ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിലേക്ക് വരിക. അതിൽ 3ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് കേട്ടിട്ടുണ്ടെന്ന് സാറ് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അടുത്ത ചാപ്റ്റർ 3ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററുമായിട്ടാണ് സാർ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. 1ാമത്തെ ചാപ്റ്റർ കേൾക്കാത്ത ആളുകൾ, 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ കേൾക്കാത്ത ആളുകൾ ഇത് കേൾക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാവൂല. അതുകൊണ്ട് നിർബന്ധമായിട്ടും അവിടെ പോയി ക്ലാസ് കേട്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. സാർ ഇവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്ററിലേക്ക് കടക്കുന്നു. ഓക്കെ ആണല്ലോ? തുടങ്ങാലോ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, യെസ്. ദെൻ നോക്കൂ, അന്നജ്മുൽ ഹിന്ദ്. നമ്മുടെ ഹെഡിങ് തന്നെ നമ്മളെ മനോഹരപ്പെടുത്തുന്ന ഹെഡിങ് ആണ്. നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പറയുന്നത്. ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലോ വല്ലതും മനസ്സിലായോ? ഇതാരാണ്? നല്ല ബഹിരാകാശ കോട്ടുമോ, അതുപോലെ തന്നെ ഇവിടെ പേടകമൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നോക്കൂ, ഈ കോട്ടൊക്കെ ധരിച്ച് വളരെ സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരാൾ. ആരായിരുന്നു ഇദ്ദേഹം? ആരായിരുന്നു ഈ വ്യക്തി? ആരാണ് ഈ സ്ത്രീ? യെസ്, കൽപ്പന ചൗള അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ അഭിമാനകരമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിട്ടുള്ള കൽപ്പന ചൗള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കൂ മക്കളെ, അന്നജ്മുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ നക്ഷത്രം എന്നാണ് നജ്മ് എന്ന് പറഞ്ഞത്. നജ്മ് എന്ന് പറഞ്ഞ നക്ഷത്രം. എന്തിന്റെ നക്ഷത്രം? ഹിന്ദ്, ഇന്ത്യയുടെ നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? വരാലോ? ഓക്കെ, കം ഫാസ്റ്റ് ഡിയർ മൈ ഡിയർ സ്റ്റുഡൻസ്. നോക്കൂ, അൽ ഹിന്ദു ഫീ ഖീമത്തിൽ ഫറഹ്. ഇന്ന് ഇന്ത്യ എന്താണ്? വളരെയധികം സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ്. ഖീമത്ത് എന്ന് പറഞ്ഞാൽ കൊടുമുടി എന്നാണ് അർത്ഥം. എന്തിന്റെ കൊടുമുടി? അൽ ഫറഹ്, സന്തോഷത്തിന്റെ നെറുകയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത്. കാരണം എന്താ? കൽപ്പന ചൗള തഊദു ഇലൽ അർള്. നമ്മുടെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് വായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിപ്പോർട്ട് ആകുമ്പോൾ എന്തുണ്ടാവും? അതിൽ സ്ഥലമുണ്ടാകും, അതുപോലെ തന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, അപ്പോൾ കൽപ്പന ചൗള തഊദു ഇലൽ അർള്. നമ്മളെ കൽപ്പന ചൗള എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. ന്യൂഡൽഹി, നമ്മുടെ പ്രസിന്റെ സ്ഥലം, അതായത് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നോക്കൂ, ഡിസംബർ 5 1997. നോക്കൂ, ഡേറ്റ് ഓർത്ത് വെക്കണം. 1997 ഡിസംബർ 5. പ്രത്യേകത ആണ് എന്ത്? കൽപ്പന ചൗള ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു ബഹിരാകാശത്ത് നിന്ന്. നോക്കൂ, ആദ്യത്തെ കൽപ്പന ചൗള ബിസ്സലാമിൽ അർള്, വളരെ സുരക്ഷിതനായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. നാജിയ അല്ലെ, വളരെ വിജയകരമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം അലാമത്തിനി മലൂക്കി ഫലായി കൊളംബിയ. അപ്പൊ കൊളംബിയയുടെ ബഹിരാകാശ അല്ലെ, അപ്പൊ കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തിന്റെ സഹായത്തോടു കൂടെ ബഹിരാകാശത്തൊക്കെ പോയിട്ട് നമ്മുടെ കൽപ്പന ചൗള തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. വഹിയ അവ്വലു ഇംറഅത്ത്, ഇതാണ് പ്രത്യേകത. വഹിയ അവ്വലു ഇംറഅത്ത്, ഇവർ ആദ്യത്തെ സ്ത്രീയാണ്. ദാത്തു അസ്ലിൻ ഇന്ത്യൻ അല്ലെ, ഇന്ത്യൻ വംശജയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്. തുസാഫിറു ഇലൽ ഫലാഹ്. എന്താ ഫലാഹ്? ബഹിരാകാശം. അപ്പം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് ആര് മക്കളെ? കൽപ്പന ചൗള എന്നുള്ളത്. നോക്കൂ, ഇസ്തമറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തമറത്ത് എന്ന് പറഞ്ഞാൽ നീണ്ടു നിന്നു. അർഹില, ഈ യാത്ര നീണ്ടു നിന്നു. സിത്തത്ത അശറ യൗമൻ എന്ന് പറഞ്ഞാൽ 16 ദിവസം എന്ത് ചെയ്തു? ഈ യാത്ര നീണ്ടു നിന്നു. നോക്കൂ, കൽപ്പന ഫി ഇർസാലി അഖ്മാറിൻ സിനാഇയത്തിൻ ഇലൽ ഫലാഹ്. സഹായം നൽകി അല്ലെ, ഒരുപാട് സംഭാവനകൾ നൽകി, ഒരുപാട് സഹായങ്ങൾ നൽകി. എന്തില്? കൽപ്പന ചൗള ഒരുപാട് സംഭാവനകൾ നൽകി. ഫി ഇർസാലി അഖ്മാരി സിനാഇയ ഇലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ
ബഹിരാകാശത്തിലെ സ്പേസിലെ സാറ്റലൈറ്റുമായിട്ടുള്ള ഒരുപാട് കാര്യം. അപ്പോൾ സാറ്റലൈറ്റിന് എന്ത് ചെയ്തു? ഒരുപാട് സംഭാവനകൾ ആര് ചെയ്തു മക്കളെ? കൽപ്പന ചൗള നൽകി. അതുപോലെ തന്നെ ഈ വലിയ സന്തോഷത്തിൽ എന്ത് ചെയ്തു? ആളുകളൊക്കെ വളരെയധികം ആനന്ദം കൊണ്ടു. കൽപ്പന ചൗള മടങ്ങി വന്നപ്പോ ഇലൽ അർള് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ ഇഹ്തഫല എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്തഫല എന്ന് പറഞ്ഞാൽ ആഘോഷിച്ചു. ആരാഘോഷിച്ചു? അന്നാസ്, ജനങ്ങൾ ആഘോഷിച്ചു. ബി ഇൻജാസിയൽ കബീർ, ഈ വലിയ നേട്ടത്തിൽ. ചെറിയ നേട്ടമാണോ? അല്ല. ഇന്ത്യ ബഹിരാകാശത്ത് പോയി, ബഹിരാകാശത്ത് നിന്ന് 16 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. സ്പേസിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാറ്റലൈറ്റുകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ വംശജ അതാണ് പ്രത്യേകത. ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ പൗരനായിട്ടുള്ള നമ്മുടെ കൽപ്പന ചൗള അഭിമാനമായി മാറി. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? അത് ആഘോഷിച്ചു. അസ്ബഅത്ത് കൽപ്പന മസ്തറലിൽ ഇഹ്തിമാം, ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിട്ട് ആര് മാറി? മസ്തറലിൽ ഇഹ്തിമാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പ്രചോദനം. ഇഹ്തിമാം എന്ന് പറഞ്ഞാൽ പ്രചോദനമാണ്. അപ്പോൾ അസ്ബഅത്ത് കൽപ്പന ചൗള ആയി മാറി. മസ്തറൽ ഇഹ്തിമാം, പ്രചോദനമായി മാറി. ആർക്ക്? ലിൽ കസീരീന, ഒരുപാട് ആളുകൾക്ക്, അല്ലേ? ഖാസത്തൻ, പ്രത്യേകിച്ച് ആർക്കാണ്? ലിൽ ഫതയാത്ത്, ഖാസത്തൻ ലിൽ ഫതയാത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അല്ലേ? അപ്പൊ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് എന്ത് ചെയ്തു? കൽപ്പന വളരെ അഭിമാനമായി മാറി, അല്ലേ? സ്ത്രീകളെ പല സ്ഥലത്തും ഒഴിവാക്കിയിരുന്ന കാലഘട്ടത്തിലാണ് കൽപ്പന ചൗള എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്ത്രീ വംശജ എന്ത് ചെയ്യുന്നു? വലിയ നേട്ടം നേടിയത്. അപ്പൊ അത് യുവതികൾക്ക് എന്ത് ചെയ്തു? ഒരുപാട് മെച്ചപ്പെടുകൾ ഉണ്ടാക്കിയെടുത്തു. ലി അന്നഹ, നിശ്ചയമായും അൽഹറത്ത്, ആ കൽപ്പന ചൗള വെളിവാക്കി, പ്രസ്താവിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എന്താ? അന്നൽ അമലൽ ജാദ്ദ, കഠിനാധ്വാനമുള്ള പരിശ്രമം, അല്ലെ? വളരെ എഫേർട്ട് എടുത്തുകൊണ്ടുള്ള നിരന്തരം അധ്വാനിക്കുന്ന പരിശ്രമത്തിന് ഒരിക്കലും തളരുകയില്ല, വിജയം ഉറപ്പാണെന്ന് പറയുന്ന വലിയൊരു സന്ദേശം കൽപ്പന ചൗള നൽകി. നോക്കൂ, യുഹക്കിഖുൽ അഹ്മാൽ കബീറ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടില്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ട് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നവർ തളരേണ്ടതില്ല എന്നുള്ള വലിയൊരു സത്യം കൽപ്പന ചൗള നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. മനസ്സിലായോ മക്കളെ? അപ്പം കൽപ്പന ചൗള പറഞ്ഞു, നിരന്തരം പരിശ്രമിക്കുന്നവർക്ക്, നിരന്തരം എഫേർട്ട് എടുക്കുന്നവർക്ക്, നിരന്തരം കാര്യങ്ങളെ കൃത്യമായി പഠിക്കുന്ന ആളുകൾ ഒരിക്കലും സ്വപ്നങ്ങളിൽ തളരേണ്ടതില്ല, അവർക്ക് വിജയം ഉറപ്പാണ് എന്നുള്ള വലിയ ഒരു സാക്ഷ്യമായിട്ട് ആര് വഹിച്ചു? കൽപ്പന ചൗളയുടെ ആ ബഹിരാകാശ യാത്ര എന്ത് ചെയ്തു? ബാക്കിയുള്ളവർക്ക് പ്രചോദനമായി മാറി, അല്ലേ? അപ്പോൾ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ, നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിരിക്കാതെ അതിനുവേണ്ടി നിരന്തരം എഫേർട്ട് എടുത്ത് കഠിനാധ്വാനം ചെയ്താൽ ഈ വിജയം ഉറപ്പാണ് എന്ന് പറയുന്ന വലിയൊരു സന്ദേശം കൽപ്പന ചൗള നമുക്ക് നൽകി. നോക്കൂ, പിന്നീട് എന്ത് പറയുന്നു? യുഹക്കിഖുൽ അഹ്മാൽ കവി പറഞ്ഞു, ദറസത്ത് നമ്മുടെ കൽപ്പന ചൗള പഠിച്ചു. അൽ ഹന്ദസ തൊയാറാൻ, എന്ത്? എഞ്ചിനീയർ. ഏത് വിഷയത്തിൽ എഞ്ചിനീയർ ആണ്? ഐറോ നോട്ടിക്കൽ എഞ്ചിനീയർ അദ്ദേഹം നമ്മുടെ കൽപ്പന ചൗള പഠിച്ചു. ഫി കുല്ലിയത്തി പഞ്ചാബിൽ ഹിന്ദീസി, അപ്പൊ എഞ്ചിനീയർ കോളേജ് ആയിട്ടുള്ള പഞ്ചാബിലാണ് അദ്ദേഹം കൽപ്പന ചൗള എന്ത് പഠിക്കുന്നത്? ഹൈറോ നോട്ടിക്കൽ എഞ്ചിനീയർ പഠിക്കുന്നത്. മനസ്സിലായോ? അലാ ദറാജത്തിൽ ബക്കാലൂരിയൂസ്, അദ്ദേഹം എന്ത്? ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം, അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഇൻതഖലത് ഇലാ അമേരിക്ക, അമേരിക്കയിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ട്? ലി മുതാബഖത്തിൻ ദിറാസത്തി അൽ ഉലിയ, ഉയർന്ന പഠനത്തിന് വേണ്ടി അദ്ദേഹം കൽപ്പന ചൗള അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉയർ പഠനത്തിന് വേണ്ടി എവിടേക്ക് പോയി മക്കളെ? അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ നാം ഒക്കെ ഏറെ പ്രചോദനം കൊള്ളേണ്ട, നാം ഒക്കെ ഏറെ റോൾ മോഡൽ ആക്കി എടുക്കേണ്ട ഒരു സ്ത്രീ തന്നെയാണ് ആര്? കൽപ്പന ചൗള എന്നുള്ളത്. നോക്കൂ, നുറാജി ഉനസ്സവനുജീബ്, അടിയിലുള്ള ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിന് മനോഹരമായിട്ടുള്ള ഉത്തരം നൽകാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, കൽപ്പന ചൗള മിനൽ ഫലാഹ്, ബഹിരാകാശത്ത് നിന്ന് കൽപ്പന ചൗള എപ്പോഴാണ് മടങ്ങി ഇന്ത്യയിലേക്ക് എത്തിയത്? നോക്കൂ മക്കളെ, ആൻസർ ഇവിടെ തന്നെ വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 1997 ആദത്ത് കൽപ്പന, അല്ലേ? അപ്പോൾ 1997 ഡിസംബർ 5 എന്ത് ചെയ്യുന്നത്? കൽപ്പന ചൗള മടങ്ങി എത്തുന്നത്. നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അയിന ദറസത്ത് അൽ ഹന്ദസ തൊയാരീന്, അദ്ദേഹം കൽപ്പന ചൗള ഐറോനോട്ടിക്കൽ എഞ്ചിനീയർ എവിടെ നിന്നാണ് കരസ്ഥമാക്കിയതാണ് ചോദിച്ചത്. നോക്കൂ, ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഫി കുല്ലിയത്തി പഞ്ചാബിൽ ഹന്ദസിയ, എഞ്ചിനീയർ കോളേജ് ആയിട്ടുള്ള പഞ്ചാബിൻ കോളേജിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൽപ്പന ചൗള എന്ത് ചെയ്യുന്നത്? നോട്ടിക്കൽ എഞ്ചിനീയറിൽ എന്ത് ചെയ്യുന്നത്?
നോട്ടിക്കൽ എഞ്ചിനീയറിൽ അദ്ദേഹം എയറോനോട്ടിക്കൽ എഞ്ചിനീയർ അദ്ദേഹം കംപ്ലീറ്റ് ആക്കുന്നത്. നോക്കൂ, കം യൗമൻ ഇസ്തമറത്തിൽ റിഹില, അദ്ദേഹം എത്ര ദിവസം, കൽപ്പന ചൗള എത്ര ദിവസം യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചു? ഇവിടെ പറയുന്നു ഇസ്തമറത്ത് റിഹില സിത്തത ഹശറ യൗമൻ, 16 ദിവസം എന്ത് ചെയ്തു? യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, മൻ ഹിയ അവ്വലു റായിയത്തൻ ഫലായിയത്തൻ ദാത്തു അഹ്ലിൽ ഇന്ത്യ, ആരാണ് ആദ്യ ഇന്ത്യൻ വംശജയായിട്ടുള്ള നമ്മുടെ ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള ആൾ ആരാന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ട് ആൻസർ പറയാലോ, ആരാണ്? കൽപ്പന ചൗളയാണ് അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഫി അയ്യി മർകബിൻ സാഫറത് ഇലൽ ഫളാ, ഏത് വാഹനത്തിലാണ് നമ്മുടെ കൽപ്പന ചൗള ബഹിരാകാശത്തേക്ക് യാത്ര പോയത്? നോക്കൂ, ബഅദ റിഹ്ലത്തി നാജ അലാ മത്നി മഖൂക്കിൽ അൽ ഫളായിൽ കൊളംബിയ, കൊളംബിയയുടെ ബഹിരാകാശ വാഹനത്തിലാണ് നമ്മുടെ കൽപ്പന ചൗള യാത്ര പോയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇലാ ഐന ഇൻതഖലത്ത് ലിദിറാസത്തിൽ ഉലിയ, ഉയർ പഠനത്തിന് വേണ്ടി കൽപ്പന ചൗള എങ്ങോട്ടായിരുന്നു പോയത്? നോക്കൂ, ഏറ്റവും അവസാനം പറയുന്നു ഇൻതഖലത് ഇലാ അമേരിക്ക ലിമുതാബഅത്ത് ദിറാസത്തി അൽ ഉല, അമേരിക്കയിലേക്കാണ് എന്തിനു പോയത്? ഉയർന്ന പഠനത്തിന് വേണ്ടി പോയത്. നോക്കൂ, നബ്ഗസു അനി സയ്യിദത്തി ബാരിസ വനുഇദ് മുദിക്രത്തിൽ മുസാരത്തിൽ മുദരിസ് വൻതഹദത്ത് നുഖാശിഷു ഔല സയ്യിആത്ത് അൽ മശ്ഹൂറത്ത് ഫിൽ മുഖ്തലിഫിൽ മജാലാത്ത് വനുഇദ് ജദ്വല. അപ്പോൾ കൽപ്പന ചൗള വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ മക്കളെ? ഇതേപോലെ ഒരുപാട് സംഭാവനകൾ ചെയ്ത അറിയപ്പെട്ട ആളുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ പ്രശസ്തമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പ്രചോദനം, ബാക്കിയുള്ളവർക്ക് പ്രചോദനമായിട്ടുള്ള ആളുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. നോക്കൂ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ആരാണ്? കമല സുരയ്യ അല്ലെ? കമല സുരയ്യ ആരാണ്? അൽ മജാൽ, അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? അൽ മജാൽ അദ്ദേഹത്തിന്റെ ഇടപെടുന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ മേഖല ഏതാണ്? നമ്മുടെ കമല സുരയ്യയുടെ മേഖല എന്നുള്ളത് അൽ അദബ്, സാഹിത്യത്തിലാണ്. അതുപോലെ ജിൻസി എന്ന് പറയുന്ന വംശജ, ഏത് വംശജയാണ്? അൽ ഹിന്ദിയ, ഹിന്ദി വംശജനാണ് അല്ലെ? അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം? 2-3 ആളുകളുടെ പേര് നമ്മൾ എഴുതണം. നോക്കൂ, നമുക്ക് ആർക്ക് എഴുതാം? അരുന്ധതി റോയ് അല്ലെ? അരുന്ധതി റോയ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 3-4 ആളുകളുടെ പേരങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുക? ഇത് എന്ത് ചെയ്യുക? വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക? ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. നോക്കൂ, കമല സുരയ്യയെ പോലെ. അപ്പോൾ നമുക്ക് പ്രചോദനമായിട്ടുള്ള, നമുക്ക് കൂടുതൽ പ്രചോദനമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മേഖലയും അതുപോലെ തന്നെ അവരുടെ ഏത് വംശത്തിലാണെന്നും അവരുടെ നാഷണാലിറ്റി ഏതാണെന്നും അതുപോലെ തന്നെ അവരുടെ മേഖല ഏതാണെന്നും അവരുടെ പേരും എന്ത് ചെയ്യുക? ഒരു 2-3 ആളുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെ? ഇവിടെ സാർ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരിക. ഒന്നാണ് അരുന്ധതി റോയി എന്നുള്ളത് അദബിലാണ്, അതായത് സാഹിത്യത്തിൽ തന്നെയാണ്. അദ്ദേഹം ഇന്ത്യയാണ്, അതായത് ഹിന്ദി വംശജൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അതുപോലെ തന്നെ വേറെ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ നമുക്ക് നിർമ്മല സീതാറാം, അതുപോലെ തന്നെ മറ്റൊരുപാട് ഇല്ലേ, PT ഉഷ, അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് ആളുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രചോദനമായിട്ടുണ്ട്. ഇത്തരം ആളുകളുടെ പേര് സുനിത വില്യംസ് എന്താ? സുനിത വില്യംസ് എന്നുള്ളത് റായത്തുൽ ഫളായ, അതായത് ബഹിരാകാശ യാത്രയിൽ തന്നെയാണ് അദ്ദേഹം എന്തായത്? സുനിത വില്യംസും അറിയപ്പെട്ടത്. സുനിത വില്യംസിന്റെ വംശജ എന്നുള്ളത് എന്താണ്? അമേരിക്കയാണ്. അപ്പോൾ ഒരു 3 ആളുകളുടെ പേരെന്തെങ്കിലും നിർബന്ധമായിട്ടും, ഒരു 3 ആളുകളുടെ പേരും ആ 3 ആളുകളുടെ നാഷണാലിറ്റിയും അവരുടെ ഏത് മേഖലയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും മക്കൾ പഠിച്ചു വെക്കുക. എങ്കിൽ എന്ത് ചെയ്യുക? വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾക്ക് തന്നാൽ അവിടെ എന്ത് ചെയ്യുക? മനോഹരമായി എന്ത് ചെയ്യുക? എഴുതി കൊടുക്കാം. മനസ്സിലായോ? സാർ ഇവിടെ എഴുതി തരേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത്തെ ആളാണ് ആര്? അരുന്ധതി റോയി അല്ലേ? അരുന്ധതി റോയി, അദ്ദേഹത്തിന്റെ മേഖല ഏതാ നമ്മൾ പറഞ്ഞത്? അദബ് തന്നെയാണ് അരുന്ധതി റോയിയുടെ മേഖല. അതുപോലെ തന്നെ വംശജ ഏതാണ്? ഹിന്ദിയ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഹിന്ദി വംശജ തന്നെയാണ് ആര്? ഇന്ത്യ വംശജ തന്നെയാണ് ആര്? നമ്മുടെ അരുന്ധതി റോയി എന്നുള്ളതും. അതുപോലെ തന്നെ സുനിത വില്യംസ് അല്ലെ? സുനിത വില്യംസ് എന്നുള്ളതും സുനിത വില്യംസ് എന്നുള്ളത് എന്താണ്? റാഹിയത്തുൽ ഫളായി എന്ന് പറഞ്ഞാൽ എന്താ? റാഹിയത്തുൽ ഫളായി എന്ന് പറഞ്ഞത് ബഹിരാകാശ യാത്രിയാണ് ആര്? സുനിത വില്യംസ്. അതുപോലെ തന്നെ നാഷണാലിറ്റി എന്നുള്ളത് എന്താണ്? അമേരിക്കയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒരു 2-3 ആളുകളെ കുറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ അത് ആരായിക്കോട്ടെ, നിർമ്മല സീതാറാം, അതുപോലെ തന്നെ PT ഉഷ, അതുപോലെ തന്നെ ആരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇത്തരം നിങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതെന്ത് ചെയ്യുക? ഒരു അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റിയും അതുപോലെ തന്നെ അവരുടെ
ജോലിയും ഏത് മേഖലയാണെന്നുള്ള എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക. എങ്കിലും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിന് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും, നേടാൻ കഴിയും. അപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ 10ാം ക്ലാസ്സുകാരുടെ എക്സാം അല്ലേ, ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷ ഇവിടെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി എന്തായിട്ടുണ്ട്, പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോഴേ വളരെ മനോഹരമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും ശുഭപ്രതീക്ഷ നൽകുന്നു. ഈ നമ്മുടെ കൽപ്പന ചൗളവുമായിട്ടുള്ള ഈ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള ഒരു 3 ആളുകളുടെ പേരോ 4 ആളുകളുടെ പേരോ അവരുടെ ഏത് മേഖലയാണെന്നും അവരുടെ നാഷണാലിറ്റി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കൽപ്പന ചൗളയെ പോലെ ആവാനായില്ലെങ്കിലും മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളൊക്കെ എന്ത് ചെയ്യണം, അറിയപ്പെടണം. നമ്മളൊക്കെ വലിയ വലിയ ഉയരങ്ങൾ എന്ത് ചെയ്യണം, കീഴടക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു വ്യക്തി ഒരാളായിട്ട് എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ആയി മാറണം. ഒരുപാട് ആളുകളെ സഹായിക്കുന്ന, ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാകുന്ന ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അതിനുവേണ്ടി നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ശുഭപ്രതീക്ഷ നൽകുന്നു. എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, നല്ല മാർക്ക് എന്ത് ചെയ്യട്ടെ, അറബിയിൽ സ്കോർ ചെയ്യാൻ കഴിയട്ടെ, ബാക്കി എല്ലാ വിഷയത്തിലും സാധിക്കട്ടെ, ഫുൾ A+ നേടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നൽകിയിട്ട് ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.